മുതിർന്ന മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ ഹരികുമാർ ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്യുകയാണ്. നമസ്കാരം. നമസ്തേ. താങ്കൾക്ക് സ്വാഗതം. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇന്നും നടക്കുകയാണ്, രണ്ടാം ഘട്ടം. അതെ. ഈ തെരഞ്ഞെടുപ്പ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉളവാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ കാരണം ഞാനിപ്പോൾ ഇതുവരെ കഴിഞ്ഞ തെക്കൻ ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഏതാണ്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം എൻ്റെ ഓർമ്മയിലുള്ളത്. 2020 നടന്ന തെരഞ്ഞെടുപ്പിലാണ് BJP ഒരു വലിയ ശക്തിയായിട്ട് കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ വന്നത്. പക്ഷേ അപ്പോഴും അവരുടെ സാന്നിധ്യം ചില കേന്ദ്രങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ, അല്ലെങ്കിൽ പന്തളം പോലെ വർഷങ്ങളായിട്ട് BJPക്ക് ശക്തമായ സ്വാധീനമുള്ള മുനിസിപ്പാലിറ്റികളുണ്ട്, അവിടെയൊക്കെ ആയിരുന്നു മുഖ്യമായിട്ടും. പക്ഷേ ഇതല്ല. ഇപ്രാവശ്യം കേരളത്തിലെ പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള എല്ലാ തദ്ദേശ, അതായത് ബ്ലോക്ക് ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും ജില്ലാ പഞ്ചായത്താണെങ്കിലും ഒക്കെ ശരി, ഇവിടെ എല്ലാം തന്നെ ഒരു ത്രികോണ മത്സരം ഉറപ്പാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതാണ് കേരള രാഷ്ട്രീയത്തിൽ ഞാൻ ഇപ്രാവശ്യം കണ്ട ആദ്യത്തെ പ്രത്യേകത. ഒരു കാര്യം, അതായത് ഈ BJP ഒരു നഗര കേന്ദ്രീകൃത പാർട്ടി, ഒരു അർബൻ പാർട്ടിയാണ്, പൊളിറ്റിക്കൽ പാർട്ടിയാണെന്നുള്ള ഒരു ആക്ഷേപം വളരെ പണ്ട് തൊട്ടേ ഉണ്ട്. ഇപ്പോൾ കേരളത്തിലും അത് ഏതാണ്ട് ശരിയായിരുന്നു. കാരണം തിരുവനന്തപുരം പോലെയുള്ള നഗരങ്ങളിൽ BJPക്ക് വലിയ സ്വാധീനമുണ്ട്, അത് ആരും നിഷേധിക്കുകയുമില്ല. പക്ഷെ ഇപ്പോൾ അങ്ങ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ BJP നഗര കേന്ദ്രീകൃത പാർട്ടി മാത്രമല്ല, കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തിയിരിക്കുന്നു. പഞ്ചായത്തുകളിൽ പോലും BJP കടുത്ത മത്സരം, വെല്ലുവിളി ഉയർത്തുന്നു എന്നാണോ? തീർച്ചയായിട്ടും. അതായത് ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏതാണ്ട് 2014 വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നത് BJP മുഖ്യമായിട്ടും ചില ജില്ലകളിൽ, ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ ഭാഗങ്ങളിൽ, ഇപ്പോൾ ആറ്റിങ്ങലിലോ അല്ലെങ്കിൽ വാമനപുരത്തോ ഒക്കെ ചെന്നാൽ തെക്കൻ ഈ നഗരത്തിലുള്ള സ്വാധീനമോ അതല്ലെങ്കിൽ മറ്റു ചില മണ്ഡലങ്ങളിലുള്ള സ്വാധീനമോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അതല്ല. ഇപ്പോൾ ആലപ്പുഴ ജില്ല തൊട്ട് BJPയുടെ സാന്നിധ്യം വളരെ ശക്തമാണെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അത് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ നഗരം തൊട്ട് കരുനാഗപ്പള്ളി വരെയുള്ള മണ്ഡലങ്ങളിൽ BJPയുടെ പെർഫോമൻസ് ഞെട്ടിക്കുന്നതായിരുന്നു. ഉദാഹരണത്തിന് ഹരിപ്പാട് മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമാണ്. പരമ്പരാഗതമായിട്ട് കോൺഗ്രസ് മണ്ഡലമാണ്. ഞാൻ പറഞ്ഞത് ചെന്നിത്തലയിലൂടെ. അതിനു മുമ്പ് CPMന് വലിയ ശക്തി ഉണ്ടായിരുന്നു. CBC വാര്യര്, ആദ്യ കാലഘട്ടത്തിൽ ചെങ്ങളത്ത് രാമകൃഷ്ണപിള്ള, അവരൊക്കെ CPMന്റെ സ്ഥാനാർത്ഥികളായിട്ട് ജയിച്ച മണ്ഡലമാണ്. അതെ. പക്ഷേ പിന്നീട് ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഒരു വരവോടുകൂടി ഹരിപ്പാടിൻ്റെ ചിത്രം മാറി. അവിടെ രണ്ടാം സ്ഥാനത്ത് KC വേണുഗോപാലിന് കിട്ടിയ ലീഡ് ഏതാണ്ട് 1500 താഴെയായിരുന്നു. രണ്ടാം സ്ഥാനത്ത് തൊട്ടു പുറകിൽ ശോഭാ സുരേന്ദ്രൻ, BJP സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ എത്തി എന്നുള്ളത് അത് അവിടുത്തെ ഒരു വലിയ നിർണായക മാറ്റമാണ്. ആ മാറ്റത്തിൻ്റെ ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സാമൂഹിക ഘടനയും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഈ തെക്കൻ ജില്ലകളിലെ ഹിന്ദു ഭൂരിപക്ഷ ജില്ലകൾ പഴയ കാലത്തുണ്ടായിരുന്ന പ്രത്യേകത, ഹിന്ദുക്കളുടെ ഇടയിലെ 2 പ്രമുഖ സമുദായങ്ങളായ നായർ, ഈഴവ സമുദായങ്ങൾ ഒരു കാലഘട്ടത്തിലും ഒരുമിച്ച് വോട്ട് ചെയ്തില്ലായിരുന്നു. നായർ സമുദായം അകമഴിഞ്ഞ് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തു. ഈഴവ സമുദായം CPMനെ ഒന്നടങ്കം. മന്നത്ത് പത്മനാഭൻ പണ്ട് ഒരു അഭിപ്രായ പ്രകടനം നടത്തി, ജനിച്ചു വീഴുന്ന ഏതൊരു ഈഴവ സമുദായാംഗവും മാർക്സിസ്റ്റുകാരനായിട്ട് CPMകാരനായിട്ടാണ് എന്നുള്ള, കമ്മ്യൂണിസ്റ്റാണ് എന്നൊരു അഭിപ്രായ പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു. പക്ഷെ അത് മാറിയിട്ട്
ഈ രണ്ട് സമുദായങ്ങളും ഒരുമിച്ച് BJP വോട്ട് ചെയ്യുന്ന സാമൂഹിക മാറ്റം ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞു. ഞാൻ അത് നോക്കുമ്പോൾ അത് നമ്മൾ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു. അതെ അതെ, ഇതേപോലൊരു സാമൂഹ്യ മാറ്റം ഉണ്ടാക്കിയത് പണ്ട് ആലപ്പുഴയിലെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന തച്ചടി പ്രഭാകരനാണ്. ഇദ്ദേഹം 1970-കളുടെ പകുതിക്ക് ശേഷം അവിടുത്തെ തീരദേശത്തുള്ള ഈഴവ സമുദായം CPMൽ നിന്നും അകന്ന് കോൺഗ്രസ്സിലേക്ക് ഒരു നല്ല വിഭാഗം വന്നു. ആ മാറ്റം തൽക്കാലത്തേക്കുള്ള മാറ്റമായിരുന്നില്ല, അത് പെർമനന്റ് ചേഞ്ച്. ആ മാറ്റം കൊണ്ടുവന്നത് ഈ തച്ചടി പ്രഭാകരനാണ്. അതാണ് സാമൂഹിക മാറ്റം കൊണ്ടുവരുന്ന രാഷ്ട്രീയ നേതാവ്. അതേപോലെ ഈ കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പ് മുമ്പ് കോൺഗ്രസിൻ്റെ ഒരു പരമോന്നത നേതാവുമായിട്ട് ഞാൻ ചർച്ച നടത്തി. ഞാൻ തൽക്കാലം അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ഈഴവ സമുദായം CPMൽ നിന്ന് വിട്ട് RSSലേക്ക് അടിച്ചു. ഇത് കോൺഗ്രസ് ഒരു പഠനം നടത്തിയപ്പോൾ കണ്ടെത്തിയതാണെന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാലാണ് അടിസ്ഥാന മാറ്റങ്ങൾ. ഈ അടിസ്ഥാന മാറ്റങ്ങൾ പല ജില്ലകളിലും സംഭവിച്ചെങ്കിലും അത് ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞതുപോലെ മുക്കിനും മൂലയ്ക്കും എത്തുക എന്നുള്ള ഒരു സാഹചര്യം അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഉണ്ടായതിൻ്റെ സൂചനകൾ ഞാൻ കണ്ടു. പക്ഷെ ഞാൻ മറ്റു ചില സൂചനകളൂടെ കണ്ടത് ഞാൻ പറയുകയാണ്. ഒന്ന്, രാഷ്ട്രീയം പ്രചരണത്തിൻ്റെ ഒരു ചൂടും ചൂരും പലയിടത്തും കുറവായിരുന്നു. അതായത് പലയിടത്തും ഞാൻ കണ്ടത് പിന്നെ സ്ഥാനാർത്ഥിയും ഇപ്പം ഒരു ഭാര്യ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഭാര്യയും ഭർത്താവും മാത്രം വോട്ട് തേടുന്ന ചില കാഴ്ചകൾ ഞാൻ തെക്കൻ ജില്ലകളിൽ ഒരു 3-4 ജില്ലകളിൽ നിരന്തരമായിട്ട് യാത്ര ചെയ്യുന്ന ആളാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, ഈ 4 ജില്ലകളിൽ എനിക്കിത് കാണാൻ പറ്റി. പിന്നെ അതുപോലെ മറ്റൊരു വസ്തുത ഞാൻ കണ്ടത്, പണം ഒഴുക്ക് കുറവായിരുന്നു ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ. അത് രണ്ട് ഘടകങ്ങളുണ്ടാകും. ഒന്ന്, ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന് രാഷ്ട്രീയമായിട്ട് തന്നെ പാർട്ടി നേതൃത്വങ്ങൾ അത്ര വലിയ പണം ഇതിനു വേണ്ടി ചിലവാക്കാൻ ഇപ്രാവശ്യം തയ്യാറായില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവിടുന്ന് തന്നെ പണം കണ്ടെത്തട്ടെ എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊന്ന് ഞാൻ കണ്ടത്, കോൺഗ്രസിൻ്റെ സംഘടനാ ബലം താഴേക്ക് വന്നതായിട്ട് എനിക്കൊരു തോന്നലുണ്ടായി. അത് ഞാൻ പലയിടത്തും പല ജില്ലകളിലും ഞാൻ ഈ ഇലക്ഷൻ്റെ ദിവസം 9-ാം തീയതി സഞ്ചരിച്ചപ്പോൾ ഞാൻ കണ്ടത് കോൺഗ്രസ്സിന് ബൂത്തിൽ ആളില്ലാത്ത സ്ഥലങ്ങളുണ്ടായിരുന്നു. ഈ തിരുവനന്തപുരം നഗരത്തിൽ ഇന്നേജന്റ് ഔട്ട് ഏജന്റ് എന്നൊക്കെ പറയുന്ന സംവിധാനത്തിൽ ആളില്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടായിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇടതുമുന്നണിക്കെതിരെയുള്ള ഒരു ജനകീയ വികാരം പല വിഷയങ്ങളിലും സമൂഹത്തിലുണ്ടായിരുന്നു. ദൗർഭാഗ്യവശാൽ അത് മുതലെടുക്കാൻ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ്സിന് കഴിഞ്ഞോ എന്നെനിക്ക് സംശയമുണ്ട്. അതിൻ്റെ കാരണം ഞാൻ പറയുന്നത്, കോൺഗ്രസിൻ്റെ സംഘടനാ മെഷീനറി താഴെ തട്ടിൽ അത് ദുർബലമായിരുന്നു എന്നുള്ള ഒരു സൂചനയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സംഘടനാ സംവിധാനം കോൺഗ്രസ്സിന് മെച്ചപ്പെട്ടതായിരുന്നെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ്സിന് കൂടുതൽ വോട്ട് കിട്ടുമായിരുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഉള്ളത്. ഇപ്പം നമുക്കറിയാം, ബീഹാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ എത്ര ദയനീയമായ പരാജയമായിരുന്നു ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റേത്. വെറും 6 സീറ്റുകളിലേക്ക് കോൺഗ്രസ് ഒതുങ്ങിയാണ്. ബീഹാർ എത്ര കൊല്ലം ഭരിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആലോചിച്ച് നോക്കണം. 1989 ശേഷം ബീഹാറിൽ കോൺഗ്രസ് താഴേക്ക് പോയെങ്കിലും ഇതുപോലൊരു കഷ്ടം, ഇതുപോലൊരു ദൈന്യത മുൻകാലങ്ങളിൽ ഉണ്ടായത്, തകർച്ച, അത് ഒരു വലിയൊരു ദൈന്യതയാണ് ഞാൻ കാണുന്നത്. അത് ദൗർഭാഗ്യവശാൽ കേരളത്തിലും അത്തരം അവസ്ഥ വന്നു തുടങ്ങിയോ എന്ന് ഞാൻ സംശയിക്കുന്നു. കോൺഗ്രസ്സിന് സംഘടനാ സംവിധാനം താഴെ തട്ടിൽ ബൂത്ത് ലെവലിൽ വളരെ ദുർബലമായി, വാർഡ് കമ്മിറ്റികൾ ദുർബലമായി. ഇത് എൻ്റെ വിലയിരുത്തൽ. ഞാൻ കോൺഗ്രസിലെ പല നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരാരും തന്നെ നിഷേധിച്ചിരുന്നില്ല. അവരും നിരാശരാണ്. പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ സാമൂഹ്യ ഘടനയിൽ വന്ന ഒരു വിള്ളലാണ് ഇതിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചതെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഒരു രാഷ്ട്രീയ, ഇംഗ്ലീഷിൽ അതിന് ഫ്ലക്സ് എന്ന് പറയും. ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയം ഒരു മാറ്റത്തിന് വേണ്ടി ഉള്ള ഒരു തയ്യാറെടുപ്പില്ല, അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു
എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും. ഈ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങ് ചൂണ്ടിക്കാണിച്ച ഈ കോൺഗ്രസിന്റെ തകർച്ചയും പൊതുവെ ഒരു അരാഷ്ട്രീയവാദം ഒക്കെ കടന്നു വന്നിരിക്കുന്നു, എവിടെയൊക്കെയോ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ആൾ കുറഞ്ഞിരിക്കുന്നു, ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്, സാമൂഹ്യ യാഥാർത്ഥ്യമാണ്, അതിനെ നിഷേധിക്കാൻ കഴിയില്ല. ഇന്നിപ്പോൾ മലബാറിൽ വോട്ടെടുപ്പ് നടക്കുകയാണ്. പക്ഷേ നമ്മൾ ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു 11-11:30 മണി ആയപ്പോൾ തന്നെ 35% പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് എൻ്റെ അറിവ്. ഏറ്റവും ഒടുവിലത്തെ നല്ല പോളിംഗ് ആണ്. അങ്ങനെയെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം മാറുകയാണോ? കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിന് ഇപ്പോഴൊരു മേൽക്കൈ ഉണ്ട്. പക്ഷെ അവിടേക്ക് BJP കൂടെ കടന്നു വരുമ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ മേൽക്കൈ നഷ്ടപ്പെടുമോ? കോൺഗ്രസ് കൂടുതൽ തകർച്ചയിലേക്ക് പോകുമോ? അതോ കോൺഗ്രസിൻ്റെ സ്ഥിതി അതുപോലെ തുടരുമോ? അതോ കോൺഗ്രസ് സ്ഥിതി മെച്ചപ്പെടുത്തുമോ? ഈ BJPയുടെ കടന്നുവരവ് എങ്ങനെയൊക്കെയാണ് കേരള രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുക എന്ന് അങ്ങ് പരിശോധിച്ചിട്ടുണ്ടോ? തൽക്കാലം ഒരു കൊടുങ്കാറ്റായിട്ട്, അതായത് ഒരു കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ അടിമുടി മാറ്റുന്ന ഒരു മാറ്റം ഇപ്രാവശ്യത്തെ പഞ്ചായത്ത് ഇലക്ഷനിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അതിനുള്ള ഒരു നിലമൊരുക്കിയിടും അവിടെ. കാരണം കേരളത്തിലെ ഇപ്പോൾ ഉള്ള ഈ വരുന്ന ഇലക്ഷനിൽ എൻ്റെ ഒരു വിലയിരുത്തൽ CPMൻ്റെ മേൽക്കൈ പലയിടത്തും നഷ്ടപ്പെടും. അവർക്കുണ്ടായ ഈ വൻ മേൽക്കൈയായിരുന്നു എപ്പോഴും പഞ്ചായത്തുകളിൽ CPMനായിരുന്നു ബഹുഭൂരിപക്ഷം. അതുപോലെ കോർപ്പറേഷനുകളിലും CPM ആണ്. അതെ, കാലാകാലങ്ങളിൽ ഇപ്പോൾ തിരുവനന്തപുരം പോലെ BJPക്ക് ഇത്ര വലിയ ശക്തിയുള്ളിടത്തും വർഷങ്ങളായിട്ട് CPM മേയറാണുള്ളത്. കോൺഗ്രസിൻ്റെ ഒരു മേയർ ഉണ്ടായിട്ട് എത്ര കാലം നാളായി. കോഴിക്കോട് ജില്ലയിൽ അതുപോലെ കോഴിക്കോട് കോർപ്പറേഷനിൽ വർഷങ്ങളായിട്ട് CPM ആണ്. അതെ, അത് കോഴിക്കോട് ജില്ലയിലെ ഈ ഞാൻ അവിടെയുള്ള ഒരു പ്രമുഖ പത്രത്തിൻ്റെ ബ്യൂറോ ചീഫായിട്ട് ഇപ്പം സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് 25 കൊല്ലമായി കോൺഗ്രസിന് അവിടെ ഒരു MLA ഉണ്ടായിട്ടെന്നാണ്. കോഴിക്കോട് ജില്ലയിൽ UDF-നുള്ളത് ലീഗിൻ്റെ ഒക്കെ MLA പച്ചയിലാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ എൻ്റെ വിലയിരുത്തൽ പ്രശാന്തിൻ്റെ ചോദ്യത്തിന് ഞാൻ നേരിട്ട് ആദ്യം മറുപടി പറഞ്ഞിട്ട് കുറച്ചൊന്ന് വിശദീകരിക്കാം. അതായത് ഈ CPMൻ്റെ സീറ്റുകളുടെ എണ്ണം കുറയും, കോൺഗ്രസിൻ്റെ നില കുറച്ച് മെച്ചപ്പെടും. പക്ഷേ ഈ ഭരണത്തിലൊരു വലിയ വ്യത്യാസം ഉണ്ടാക്കാനുള്ള രീതിയിലൊരു മാറ്റം കോൺഗ്രസിന് BJPയും മെച്ചപ്പെടും. അപ്പോൾ അതായത് പലയിടത്തും ഒരു അനിശ്ചിതാവസ്ഥ, പല പഞ്ചായത്തിലും പല കോർപ്പറേഷൻ അതല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലുകളിലും ഒക്കെ ഒരു അനിശ്ചിതാവസ്ഥ നിലയിൽ വരും ഭരണം എന്ന് നമുക്ക് പറയാൻ കഴിയും. തീർച്ചയായിട്ടും ആ ഒരു തലത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരുമ്പോൾ അതായത് അവിടെ എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ 3 ദേശീയ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലനിൽക്കാനുള്ള സ്പേസ് ഇല്ല. അതായത് CPM, കോൺഗ്രസ്, BJP ഈ 3നും കൂടെ ഒരുമിച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇതിൽ ഒരെണ്ണം ഇല്ലാതായേ പറ്റൂ. അതായത് ഇതിൽ ഒരെണ്ണം ചീഞ്ഞേ പറ്റൂ, ഒരെണ്ണം ഇവിടെ ഇല്ലാതാവും. അത് CPM ആണോ കോൺഗ്രസ് ആണോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം BJP വളരുന്ന ഒരു പാർട്ടിയാണ്. ഞാൻ നോക്കിയിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നിരന്തരമായിട്ട് ഓരോ ഇലക്ഷനിലും ചെറിയ രീതിയിലാണെങ്കിലും വോട്ട് ശതമാനം വർദ്ധിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. ശരിക്കും കേരളത്തിൽ വളർച്ചയുള്ള ഏക രാഷ്ട്രീയ പ്രസ്ഥാനം BJP ആണെന്ന് പറയാം നമുക്ക്. അത് വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷേ ആ വളർച്ചയുടെ ഗതിവേഗം വളരെ കുറവാണ്. അതായത് സ്പീഡ് കുറവാണ്. പിന്നെ ഒരു റാഡിക്കലായിട്ടുള്ള മാറ്റമൊന്നുമില്ല. നമ്മുടെ ശങ്കരാടി സന്ദേശത്തിൽ പറയുന്ന പോലെ റാഡിക്കലായിട്ട് മാറ്റമൊന്നും അങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷേ എന്നാൽ ഇവിടെ ഉപരിപ്ലവമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഈ റാഡിക്കൽ മാറ്റത്തിൻ്റെ മുന്നോടിയായ സൂചനകളായിരിക്കും വരാൻ പോകുന്നത്. അതായത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, നമ്മുടെ സമയപരിമിതമല്ല. അതായത് ഞാൻ വിലയിരുത്തുന്നത്, ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ കേരളത്തിൽ ഒരു 980ഓളം പഞ്ചായത്തുകളാണെന്നാണ് എൻ്റെ അറിവ്. ഇതിൽ ഒരു 500 പഞ്ചായത്തുകളുടെയെങ്കിലും ഭരണം പിടിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ UDFൻ്റെ കാര്യം വളരെ ബുദ്ധിമുട്ടായിരിക്കും. 600 പഞ്ചായത്തുകളിൽ ജയിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ UDFനെ സംബന്ധിച്ചിടത്തോളം വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറാനുള്ള ആത്മവിശ്വാസവും അധികാരത്തിൽ കയറും എന്ന് ഉറപ്പിക്കാനും പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ അതിന് സംഭവിക്കുന്നില്ലെങ്കിൽ ഇനി 500-ൽ താഴെയാണെങ്കിൽ ഇനി കോൺഗ്രസിൻ്റെ പിന്നെ എന്താണ് താഴെത്തട്ടിലുള്ള അതായത് ജില്ലാതലം തൊട്ട് താഴോട്ടുള്ള നേതൃനിര അടപടലെ പൊടിഞ്ഞു താഴെ വീഴും. അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പാർട്ടിയെ നയിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായത്തിൽ ഈ പഞ്ചായത്ത്, മുനിസിപ്പൽ, അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകം കേരളത്തിൽ കോൺഗ്രസിനാണ്. ഇതിൽ ജയിച്ചാലും ഇല്ലെങ്കിലും CPM കുറച്ചാളൂടെ പിടിച്ചു നിൽക്കും. BJP അങ്ങനെ സ്ഥിരം ജയിക്കുന്ന പാർട്ടിയൊന്നും അല്ലാത്തതുകൊണ്ട് അത് വീണ്ടും കിട്ടുന്നത് ലാഭം എന്നുള്ളത് മട്ടിൽ അത് വീണ്ടും ഇങ്ങനെ നിൽക്കും. പക്ഷേ അധികാരത്തിലേറാനുള്ള ദൂരം വീണ്ടും കൂടും. പക്ഷെ കോൺഗ്രസിന് അതല്ല, ഭാവിയല്ല, വർത്തമാനകാലത്തെ കോൺഗ്രസ്സിന് അത് വലിയൊരു തിരിച്ചടിയായിരിക്കും. അതായത് ഇവിടം തൊട്ട് കേരളത്തിലെ കോൺഗ്രസ് തോക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം, ചെറിയ ഭൂരിപക്ഷമല്ല ഞാൻ പറയുന്നത്, നല്ല രീതിയിൽ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ്സിന് ഇനി അസംബ്ലി തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള ആത്മവിശ്വാസം അണികൾക്കുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. അതായത് നിർണായകം കോൺഗ്രസ്സിനാണ്. ഇതിൽ ജയിക്കുക കരയെങ്കിൽ മരയെങ്കിൽ. കോൺഗ്രസ് ചരിത്ര മഹാത്മാഗാന്ധിയുടെ ആ മുദ്രാവാക്യം ഇവിടെ ഈ അവസരത്തിൽ ഓരോ കോൺഗ്രസ്സുകാരനും ഓർക്കും. കാരണം ഇപ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ ഇനിയില്ല. അതായത് കോൺഗ്രസ് ചരിത്രത്താളുകളിൽ ഒതുക്കപ്പെടുമോ ഇല്ലയോ എന്ന് നിർണയിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും അത് തന്നെയാണ് എന്നുള്ളതാണ് അങ്ങയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ മലബാറിലെ വോട്ടെടുപ്പ് കൂടെ കഴിഞ്ഞാലേ ഒരു പൂർണ്ണമായ വിലയിരുത്തൽ സാധ്യമാകുകയുള്ളൂ. എന്നാലും ഇപ്പോൾ അങ്ങ് പറഞ്ഞത് വെച്ച് ആർക്കും ഒരു വലിയ മേൽക്കൈ അവകാശപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം ചെന്നെത്തി നിൽക്കുന്നു. ഇടതുപക്ഷത്തിനും വീഴ്ചയുണ്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനും ഒരു പിന്നാക്കം പോകുന്ന അവസ്ഥയുണ്ട്, കോൺഗ്രസിനും അതുണ്ട്. എന്നാൽ BJP അത്ര കാര്യക്ഷമമായി മുന്നോട്ട് വരണമെന്നില്ല. എങ്കിലും BJP അല്പം ചില നേട്ടങ്ങൾ ഉണ്ടാക്കും. ഇങ്ങനെ ഒരു അനിശ്ചിതത്വം കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് പൊതുവെ മനസ്സിലാക്കാൻ കഴിയും. ഒരു വരിയും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. തീർച്ചയായിട്ടും. ഒരു നിശ്ചയമില്ല ഒന്നിനും, വരുമോരോ ദിശ. അതെന്താണെന്ന് നമുക്ക് വന്ന പോലെ പോകുമോ എന്താണ് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.